പൊന്നാനി നഗരസഭയിൽ സ്ഥിരസമിതി അധ്യക്ഷരെ തെരഞ്ഞെടുത്തു. ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. സെലിബ്രേറ്റിംഗ് 50 years. പൊന്നാനി നഗരസഭയിൽ സ്ഥിരം സമിതി അധ്യക്ഷരെ തെരഞ്ഞെടുത്തു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 5ാം വാർഡിൽ നിന്നും വിജയിച്ച ഷനിൽകുമാറിനെതിരെ മുസ്ലിം ലീഗിലെ യു മുനീബാണ് മത്സരിച്ചത്. സ്ഥിരം സമിതി അധ്യക്ഷനായി തെരഞ്ഞെടുത്ത ഷനിൽകുമാറിന് 5ഉം മുനീബിന് 4 വോട്ടും ലഭിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഷനിൽകുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്നും മറ്റു സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് UDFൽ നിന്നും ആരും മത്സരിക്കാതിരുന്നതോടെ LDF നിർദ്ദേശിച്ചവർ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി 47ാം വാർഡിൽ നിന്നും വിജയിച്ച TK മഷൂദിനെ തെരഞ്ഞെടുത്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട TK മഷൂദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും CPM സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും DFI മുൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിയുമാണ് മഷൂദ്. പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷയായി 28ാം വാർഡിൽ നിന്നും വിജയിച്ച റീന പ്രകാശിനെ തെരഞ്ഞെടുത്തു. 2015-20 ഭരണസമിതിയിലും പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്നു റീന പ്രകാശൻ. ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പള്ളപ്രം ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയും മഹിളാ അസോസിയേഷൻ വില്ലേജ് കമ്മിറ്റി അംഗവുമാണ് റീന പ്രകാശൻ. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായി 9ാം വാർഡിൽ നിന്നുമുള്ള K സൗദാമിനിയെ തെരഞ്ഞെടുത്തു. KSTA മുൻ ജില്ലാ സഹഭാരവാഹിയും പെൻഷനേഴ്സ് യൂണിയൻ പൊന്നാനി മുനിസിപ്പൽ പ്രസിഡന്റുമാണ്. സൗദാമിനി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി INL സ്ഥാനാർത്ഥിയായി 46ാം വാർഡിൽ നിന്നും വിജയിച്ച P ഹസീനയെയും തെരഞ്ഞെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ഹസീന എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും